ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഹൃദയത്തിലെ സോങ്സ്. അത്രയും നമ്മള് ഫാനാക്കി കളഞ്ഞു ഇല്ലേ ആ പാട്ട്. ഓരോ പാട്ട് വരുമ്പോഴും നമുക്ക് അത് പിന്നെയും കേട്ടോണ്ടിരിക്കാനും, അല്ലെങ്കിൽ അതിന്റെ ഓൾറെഡി ജൂക്ക് ബോക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ വിഷ്വൽ, നമ്മൾ തിയേറ്ററിൽ കണ്ട വിഷ്വൽ, പിന്നെ OTT വരെ പടം ഇറങ്ങി, സ്റ്റിൽ നമുക്ക് അതിന്റെ വിഷ്വൽസ് എന്ന് പറയുന്നത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് മറ്റേ നഗുമോ ആ പാട്ടില്ലേ, അത് നമ്മൾ ഓൾറെഡി പണ്ട് കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷെ എന്നാലും ഇപ്പോ അത് കുറേ അധികം വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എന്താ പറയാ പുതിയൊരു വേർഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു പുതുമ ഇതുവരെയായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ ഉണ്ട് ആ ഒരു അതിനേക്കാളും ഡബിൾ ആയിട്ട് ഫീല് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മൂവിയിലെ സിറ്റുവേഷൻ ആയിട്ട് നല്ലോണം യോജിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇറക്കാറ്. ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്താ ഇത് ഇറക്കാത്തെന്നുള്ളത്. സംഭവം പിന്നെയല്ല മനസ്സിലായി. കാരണം പ്രശ്നമില്ല, എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര ലേറ്റ് ആയിട്ട് ഇറക്കിയത് ഈ പാട്ട്. അപ്പൊ ഇത് പക്ഷെ ഇത് ഭയങ്കര ഫീലാണ് ആ ഒരു പാട്ടിന് അല്ലേ. കേൾക്കാൻ ചെറിയ സോങ് ആണ്, പക്ഷെ എന്നാലും ഇതൊരു രസം, ഒരു ഫീൽ തന്നെയാണ്. നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് അങ്ങനെ ഒരു കല്യാണത്തിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യം കാണുന്നത്. ക്ലിക്ക് ചെയ്ത ശേഷം മറന്നു പോകുന്ന മറ്റു പെമ്പിളരെ പോലെ ഒന്നും ആയിരുന്നില്ല അവള്. അവളുടെ മുഖം right into my heart. ദർശനയ്ക്ക് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞ് ഒരു പെണ്ണിനെ ഞാൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടു നിന്നു. നിത്യ. സതിപ്പിച്ചേ. അത്രേ ആദ്യമേ തൊട്ടിട്ട് ആ പാട്ടിന്റെ ഫീലൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്തൊന്ന് ലാസ്റ്റ് പൊറോട്ടയും കോയിൻ പൊറോട്ടയുടെ കുറച്ചൊരു അപ്ഡേറ്റഡ് വേർഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അതിനെ. അപ്പൊ ഈ സോങ്ങിനകത്ത് എക്സാക്ട്ലി കാണിച്ചിട്ടുണ്ട് അല്ലെ, അതായത് അവരെങ്ങനെയാ കണ്ടുകൂടെ ഫസ്റ്റ് ആയിട്ട്, അതായത് കല്യാണിന്റെ ഇൻട്രോ ആണിത് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ആ ടൈമിൽ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് ഇങ്ങനെ പോയി, പിന്നെ നമ്പർ കൈമാറുന്നതും സംഭവങ്ങളൊക്കെ ഒഴുക്കില്, പിന്നെ ആ ഒരു മീറ്റ് ചെയ്യുന്നവരെ. അപ്പൊ ഈ ഒരു പാട്ടില് തന്നെ ഏകദേശം പറഞ്ഞു കൊറേ കാര്യങ്ങള് ഇല്ലേ. അപ്പൊ ഇതിനകത്ത് വിഷ്വൽ എന്ന് വെച്ചാൽ പൊളിയായിരുന്നു കേട്ടോ. തിയേറ്ററിൽ ഇത് വന്നപ്പോ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അത്രയും നേരം കണ്ടിട്ടുള്ള നമ്മള് പ്രണവിന്റെ ലുക്കിൽ നിന്നിട്ട് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു ഈ പാട്ടിൽ വന്നിട്ട് മുണ്ട കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഐശ്വര്യം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും നമ്മളെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല കെമിസ്ട്രി ഉണ്ട് കാണാനായിട്ട് അല്ലെ. ഒരാള് ഭയങ്കര നല്ല ഒരു ഇന്നസെന്റ് ഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഏകദേശം രണ്ടുപേരും ഭയങ്കര ക്യൂട്ട് കപ്പിൾ പോലെ രണ്ടുപേരും തോന്നുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ആ ഒരു കെമിസ്ട്രി നമ്മൾ കണ്ടത്.
ആദ്യം നമ്മൾ കണ്ടപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണവും പിന്നെ ആണെങ്കിൽ എന്താ പറയാ ദർശനയും തമ്മിലുള്ള കെമിസ്ട്രി ആയിരുന്നു നമ്മൾ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ എല്ലാരും വിചാരിച്ചു ലൈക്ക് എങ്ങനെയാ അത് കല്യാണിയിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത് അല്ലേ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു കോമ്പോനേക്കാൾ കൂടുതൽ പടം കണ്ട് ഇറങ്ങി കഴിയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രണവ് കല്യാണിന്റെ ഒരു കോംബോ ആണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്, അതിങ്ങനെ ഒഴുകി പോവാണ് അല്ലെ അവസാനം വരെയും അല്ലെ. അവസാനം അതായത് ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങി തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു കല്യാണിയാണ് ഉണ്ടായിരുന്നത് അല്ലെ. കൊണ്ടുപോയി ആക്ച്വലി മാസായിട്ട് ആ ഒരു എന്താ പറയുക കെമിസ്ട്രി അത്രത്തോളം വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ്. പിന്നെ രണ്ടാളുടെ ലുക്ക് അതിനകത്ത് അത്രത്തോളം ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കിയിരുന്നു. നല്ലപോലെ എന്താ പറയാ അവരുടെ ലുക്കിനെ തന്നെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ പടത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ടീമാണ്, ടീം എഫേർട്ട് തന്നെയാണ്, അതിന്റെ ഒരു വിജയം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഓരോ പാട്ടായാലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹിഷാമിന്റെ പാട്ടുകൾ എല്ലാം ആരാ പാടിയെന്ന് അറിയില്ലേ? അതെ അറിയാം, നമ്മുടെ സ്വന്തം പണ്ടത്തെ ഭാവഗായകനാണ് ശരിക്കും ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ കഴിഞ്ഞാല് പിന്നീടുള്ള ഒരു ഭാവഗായകന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഉണ്ണിമേനോൻ, അതുപോലെ ജി വേണുഗോപാലൊക്കെ. അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ ജി വേണുഗോപാലിന്റെ മകനാണ് പാടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫീല് പലപ്പോഴും അദ്ദേഹത്തിന്റെ വോയിസ് എവിടെയോ നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു വോയിസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് മാസായിട്ട് ആ ഒരു എന്താ പറയാ സോങ്ങും പിന്നെ ആണെങ്കിൽ അതായത് എനിക്കൊന്ന് സോങ്ങും വിഷ്വലും എല്ലാം കൂടി ഭയങ്കര ബ്ലെൻഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആ ഒരു അതിന്റെ ഒരു പെർഫെക്ഷൻ അത് എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്. കാരണം എല്ലാ സിനിമയിലും ഇപ്പം തട്ടത്തിന് മറയത്തായാലും അല്ലെങ്കിൽ നമ്മളെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലുള്ള കുറെ സംഭവങ്ങളും എല്ലാത്തിലും ആ പാട്ടും സീനും തമ്മിലും വല്ലാണ്ടൊരു മാച്ചിങ് ഉണ്ടാവും. കുറെ കാര്യങ്ങൾ അതിലൂടെ പറയും. അതെ, കഥ പറയുന്നത് തന്നെ അതിലൂടെ ആയിരിക്കും. കാരണം ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ നമ്മളെ ആ ഒരു പാട്ടില്ലേ ഈ അതിനകത്ത് വരുമ്പം തന്നെ നമുക്ക് ആ ഫാമിലിയുടെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളെല്ലാം എല്ലാം കാണിച്ചിട്ടുള്ള ഒരു സംഭവം. സോ അതന്നെയാണ് നല്ല ഭംഗിയായിട്ട്. അപ്പൊ ഈ പാട്ട് എന്നുള്ളത് നമ്മള് എന്താ പറയാ ഇപ്പൊ ഈ ഒരു OTT-ൽ വന്നോണ്ടാട്ടോ അവരിട്ടത്, അല്ലെങ്കിൽ ഇടില്ല. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണ്ടോ തിയേറ്ററിലും ഉണ്ട് OTT-ലും ഉണ്ട്, രണ്ട് സ്ഥലത്തും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് രണ്ടാമത് കാണാൻ പറ്റില്ല. അതെ, കാണാൻ പറ്റില്ല. കാരണം വിചാരിച്ചിട്ടാണ് നമ്മള് ഹൃദയത്തിൽ എത്തിയിട്ടുള്ള ഒരു പടമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സോങ് എന്നുള്ളതും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ആക്ച്വലി. അപ്പൊ അത്രയൊക്കെ ഉള്ളു പറയാൻ വേണ്ടിട്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.